أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇരുലോകത്തും വളരെ ഉപകരിക്കുന്ന ഒരായത്തായതുകൊണ്ട് മറ്റൊരു സൂറത്തുൽ ഫലക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്തായ സുപ്രധാന ആശയമടങ്ങിയ എല്ലാത്തിനും മരുന്നായ എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ പ്രധാന കാരണമായ ആയത്തായി മഹാന്മാരെ പരിചയപ്പെടുത്തിയ ആയത്താണ് നമ്മുടെ ചർച്ച. ഇന്നലെ അതിൻ്റെ ഒരുപാട് ആമുഖങ്ങൾ ഫളായിലുകളായി പറയുകയുണ്ടായി. ഈ ആയത്ത് ദിനം പ്രതി പാരായണം ചെയ്യുന്ന ആള് മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുമായി വളരെ പെട്ടെന്ന് ബന്ധം സ്ഥാപിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു വലിയൊരു പണ്ഡിതനാണ്, ഹദീസിന്റെ ലക്ഷപ്രഭുവാണ്. അവര് പള്ളിയിൽ ദർസ് നടത്തുന്ന സമയത്ത് ആര് വന്നാലും അവര് എണീക്കൂല. കാരണം ദർസ് നടത്തുകയാണല്ലോ, അപ്പൊ ആര് വന്നാലും എണീക്കൂല. ഭരണാധികാരികൾ വരെ ഉണ്ട്, അവരെ കാണാൻ മന്ത്രിമാര് വരെ ഉണ്ട്, വലിയ ആളുകളൊക്കെ വരെ ഉണ്ട്. എന്നാലൊന്നും ഇരിപ്പിടുന്ന എണീക്കൂല ദർസ് നടത്തുന്ന സമയത്ത്. പക്ഷേ ഒരിക്കൽ ശിബിലി റളിയല്ലാഹു അൻഹു പള്ളിക്ക് കയറിയപ്പോ അവര് എണീറ്റെന്ന് മാത്രമല്ല, ചാടി എണീറ്റിട്ട് അവരെ പോയിട്ട് കെട്ടിപ്പിടിച്ച് തന്റെ ഇരിപ്പിടത്തിൽ കൊണ്ടിരുത്തുകയാണ്. അപ്പൊ ശിഷ്യന്മാർക്കൊക്കെ വലിയ അത്ഭുതമായി. ഇത് അസാധാരണ അസ്വാഭാവികമായ ഒരു പെരുമാറ്റമാണ്, ഇങ്ങനെ ചെയ്യാറില്ല. നീ വന്ന ആളാണെങ്കിലോ നാട്ടിൽ വലിയൊരു ഉയർന്ന ആളായി അറിയപ്പെട്ട ആളുമല്ല. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ഉസ്താദ് ആര് വന്നാലും ദർസിന്റെ ഇടയിൽ നീക്കാറില്ലല്ലോ, പിന്നെ അയാൾ വന്നപ്പോ എണീറ്റിട്ട് അവൾ പോയി കൈ പിടിച്ചിട്ട് അവിടുത്തെ ഇരിപ്പിടത്തിൽ കൊടുന്ന് ഇരുത്താൻ എന്താ കാരണം എന്ന് വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് ബഹുമാനിച്ച ഒരാളെ ഞാൻ എങ്ങനെ ബഹുമാനിക്കാതിരിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരാളെ ഞാൻ എങ്ങനെ ഏറ്റെടുക്കാതിരിക്കുക എന്നാണ് ചോദിച്ചത്. കാരണം ഒരിക്കല് അള്ളാഹിന്റെ റസൂല് തോളിൽ കൈയിട്ടിട്ട് ഷിബിലി ഇമാമിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് അബൂബക്കർ മുജാഹിദ് റളിയല്ലാഹു അൻഹു കിനാവിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ കണ്ടാൽ അവിടെ പിശാചിന് സ്വാധീനമില്ല എന്നത് ഹദീസാണല്ലോ. അതിന് വലിയ പണ്ഡിതന്മാര് കണ്ടാൽ പിന്നെ തർക്കമില്ല. അപ്പൊ ഈ ഷിബിലി എന്ന ഈ മഹാനാണെങ്കിൽ നാട്ടിൽ ഭ്രാന്തനായി കല്ലെറിയപ്പെടുന്ന ആളുമാണ്. അങ്ങനത്തെ ഒരാളെ തോളിൽ കൈയിട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിനാവിൽ കണ്ടത്. അപ്പൊ ആ ചോദിച്ചു, മുത്തുനബിയെ, ഇയാള് ഞങ്ങളെ നാട്ടിൽ അത്ര വലിയൊരു മാർക്കുള്ള ആളൊന്നുമല്ലല്ലോ, പിന്നെ അങ്ങ് തോളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ എന്താ കാരണം എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഇയാള് എന്റെ കൂടെ സ്വർഗത്തിലുള്ള ആളാണ്. നാട്ടിലെ അവസ്ഥ എന്താന്ന് എനിക്കറിയില്ല, ഇയാൾ എന്റെ കൂടെ സ്വർഗത്തില. ഇയാളെ എപ്പോ വന്നാലും ബഹുമാനിക്കണം, ബഹുമാനിച്ചാൽ നിങ്ങളും അയാളെ കൂടെ ഉണ്ടാവുന്നത്. അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, ഇത്ര വലിയ സ്ഥാനം ഈ ശിബിലി എന്ന മഹാന് കിട്ടാൻ എന്താണ് കാരണം നബിയോ എന്ന് വെച്ചു കിനാവിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 വക്ത് നിസ്കാരത്തിന് ശേഷവും അതിന്റെ വെറുതുകൾ കഴിഞ്ഞാൽ എന്ന് കിതാബിലില്ല, അങ്ങനെ ആയിരിക്കണം. കിതാബിലുള്ളത് 5 വക്ത് നിസ്കാരത്തിന് ശേഷവും സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്തായ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഖുൽ ഹസ്ബിയല്ലാഹു ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഞാൻ ഇന്ന് ചെറിയ ഒരു 2 വാക്ക് പറയാനും ഈ ആയത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് പ്രസംഗം തുടങ്ങിയത്. ഞാൻ 10-16 വർഷമായി ഈ സ്റ്റേജിൽ ഒരൊറ്റ പ്രസംഗം ഈ ആയത്തിന്റെ ഒരു ഭാഗം തുടങ്ങാതെ ഞാൻ എന്റെ പ്രസംഗം തുടങ്ങിയിട്ടില്ല. ഞാൻ അന്നും നിങ്ങൾ കേട്ടില്ല ഹസ്ബി അല്ലാഹ്, ഇത് ഈ ആയത്തിന്റെ ഭാഗമാണ്. ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അത് 5 നേരവും പതിവാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇയാൾ എന്റെ സ്വന്തം ആളാണ്, എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുകയും ചേർത്തിപ്പിടിക്കുകയും ചെയ്ത ഒരാളെ ഞാൻ എങ്ങനെയാണ് ദൂരത്തേക്കാക്കുക? അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കണ്ടപ്പോ ഞാൻ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് കെട്ടിപ്പിടിച്ചത് എന്ന് അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. ഈ മഹാന് ഇത്ര സമുന്നത സ്ഥാനം കിട്ടാനുള്ള കാരണം 5 വക്ത് നിസ്കാരാനന്തരം ഈ ആയത്ത് പതിവായി പാരായണം ചെയ്തതാണ്. പറ്റുമെങ്കിൽ എല്ലാവരും
ദുആ കഴിഞ്ഞിട്ട് മതി. നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ആയത്തൊന്ന് ഓതിയാല് മുസ്തഫാനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് പുറമെ ഇന്നലെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ആയത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല. മരണവുമായി ബന്ധപ്പെട്ട വിഷയം, സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയം, കടവുമായി ബന്ധപ്പെട്ട വിഷയം, കണ്ണീറുമായി ബന്ധപ്പെട്ട വിഷയം, മാരണവുമായി ബന്ധപ്പെട്ട വിഷയം, മാരക രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, ആവശ്യം നിറവേറാൻ ഈ വിഷയം, കുട്ടികൾ ഉണ്ടാകുന്ന കുട്ടികൾ സ്വാലിഹ്യങ്ങളാവാന്, ഒരു യാത്രക്ക് പോകുന്ന സമയത്ത് ഹൈറോട് കൂടി മടങ്ങാൻ, എല്ലാത്തിനും ഈ ആയത്ത് ഓതിയാൽ മതിയാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കാണാൻ പഠിക്കാൻ കുറഞ്ഞ സമയമുള്ള ഒരായത്തല്ലേ ഉള്ളൂ, ആണ്ട് പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല കൊണ്ടെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന്റെ അർത്ഥം പറഞ്ഞാൽ തീരൂല. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, അതൊരു വിഷയമാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, അത് വേറൊരു വിഷയം. ഹരീസുൻ അലൈക്കും, അത് മറ്റൊരു വിഷയമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ചുരുങ്ങിയത് 5-6 വിഷയങ്ങൾ ഈ ആയത്തിലുണ്ട്. ഒരു 6ഓളം വിഷയങ്ങൾ. ഒരു വിഷയത്തിന് 2 മണിക്കൂറാണ് എങ്കിൽ ഇത് അർത്ഥം വെക്കാൻ 12 മണിക്കൂറാണ്. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ അർത്ഥം വെക്കുന്നില്ല. അതിന്റെ തൊലിപ്പുറത്തു കൂടി ഒരു തൊട്ടുപോകൽ മാത്രമാണ്. അള്ളാഹു വല്ലാത്തൊരു ഉണർത്തലാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. ഈ പ്രഖ്യാപനം തന്നെ മഹാന്മാർ പറയുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിന്റെ 3-ാം വാള്യത്തിൽ ലാസ്റ്റ് പേജിൽ കാണാം. അത് നിങ്ങളോടല്ല, ഇത് കേൾക്കുന്ന കുറെ ആലിമ്യങ്ങൾ പുറത്തുണ്ട്. അവർ ചില ആളുകൾ ചരിത്രങ്ങൾ പറയുമ്പോൾ കിതാബിന്റെ പേജ് നമ്പർ പറഞ്ഞാൽ ഞങ്ങൾക്ക് റെഫർ ചെയ്യാൻ സുഖാണെന്ന് ഇന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞാണ്. റൂഹുൽ ബയാൻ 3-ാം വാള്യം അതിന്റെ ലാസ്റ്റ് പേജിൽ ഈ ഞാൻ നേരത്തെ ഉദ്ധരിച്ച സംഭവം കാണാവുന്നതാണ്. ഏതായാലും ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, എനിക്ക് അതിന്റെ അർത്ഥം പറയാൻ കഴിയുന്നില്ല. കാരണം അത്ര വലിയൊരു ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ഹൃദയത്തിന്റെ ഒരു ആസ്വാദന ആന്തോലനം, വല്ലാത്തൊരു അനുഭൂതിദായകമായ ആശയമാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, വർഗത്തിൽ നിന്ന്, വിഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു റസൂലത വന്നിട്ടുണ്ട്. മഹാനായ ഇസ്മായിൽ റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനം ഞാൻ നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ സമ്മാനമായി തന്ന ആളാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ സമ്മാനമാണ്. ഹദിയത്തുൻ അലീമത്തുൻ മിനല്ലാഹ് എന്നെ കിതാബ് കാണാം. ഹദിയത്തുൻ അലീമത്തുൻ മിനല്ലാഹ്, ഭൂവാസികൾക്കുള്ള ഇരുലോക രക്ഷയ്ക്ക് സർവശക്തനായ പടച്ചവൻ നൽകിയ അവർണ്ണനീയമായ, അവാച്യമായ, അതിഗംഭീരമായ, അതിമനോഹരമായ സമ്മാനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സമ്മാനത്തെ സ്വീകരിച്ച മുഴുവൻ ആളുകളും രക്ഷപ്പെടും. അത്ര മാത്രമേ ആയത്തിന് ഞാൻ അർത്ഥം വെക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളും കൂടി കുറച്ച് അർത്ഥം വെക്കാം. അത്ര മാത്രം മതി. എന്നിട്ട് അള്ളാഹ് ലാസ്റ്റ് മുത്തനബിനോട് പറയണം, ഞാൻ വലിയൊരു സമ്മാനമായിട്ട് നിങ്ങളെ കൊടുത്തയച്ചിട്ട് ഫൈൻ തവല്ലൗ, അവര് നിങ്ങളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, അത് സ്വീകരിക്കാൻ കഴിയാതെ ആരൊക്കെയാണോ നിങ്ങളെ ചീത്ത പറഞ്ഞ് മാറിയിരിക്കുന്നത്, ഫക്കുൽ, നിങ്ങൾ പറഞ്ഞോളി ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. നിങ്ങൾ ആരും എന്റെ പിന്നാലെ നടക്കാനൊന്നുമല്ല ഞാൻ വന്നത്, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി വന്നതാണ്. എന്നെ അള്ളാഹു അയച്ചതാണ്. അള്ളാഹിനെ കിട്ടണമെങ്കിൽ എന്റെ കൂടെ കൂടിക്കോളി. അള്ളാഹിനെ കിട്ടണമെങ്കിൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹിനെയാണ് ആഗ്രഹിക്കണമെങ്കിൽ എന്റെ പിന്നാലെയാണ് നടക്കേണ്ടത്, എന്നെയാണ് ഇത്തിബാ ചെയ്യേണ്ടത്. അവിടെയാണ് അള്ളാഹിനെ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയാൽ അള്ളാഹിനെ കിട്ടൂല. ഇപ്പൊ അള്ളാഹിന്റെ ആള് ഞാനാണ്. ഫഖുൽ ഹസ്ബി അല്ലാഹ്, അവര് നിങ്ങളുടെ അടുത്തേക്ക് വരണില്ലെങ്കിൽ അവരോട് പറയും എനിക്ക് അള്ളാഹ് മതി എന്ന് പറഞ്ഞാളേ എന്ന് നബിയെ സമാധാനിപ്പിക്കുന്നു. ഇതിന്റെ അവസാനം ആദ്യത്തിൽ മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, അതൊരു വിഷയമാണ്. നിങ്ങളുടെ വർഗത്തിൽ നിന്ന്, നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന്, നിങ്ങളുടെ ജിൻസിൽ നിന്ന് ഒരു റസൂലിനെ ഞാൻ നിയോഗിച്ചിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ റസൂല് അത് മലക്കായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത്തിബാ ചെയ്യുക?
അത് ജിന്നാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പിന്നാലെ കൂടുക? ജിന്നിനെ സ്വീകരിക്കാനുള്ള പ്രകൃതി നമുക്കുണ്ടോ? മലക്കിനെ കേൾക്കാനുള്ള ശക്തി നമുക്കുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ അങ്ങനെ ആക്കാമായിരുന്നു. ഒരു മലക്ക് വന്നുകൊണ്ട് വെളിയാളം പുറപ്പെടുവിച്ച് അതനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പടച്ചവന് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു. അങ്ങനെ തീരുമാനിച്ചില്ല. ഒരു ജിന്നിനെ വേണമെങ്കിൽ നിയോഗിക്കാമായിരുന്നു. അങ്ങനെ നിയോഗിച്ചില്ല. വർഗം മാറി പടച്ചവൻ നിയോഗിച്ചിട്ടുണ്ട്. കാരണം 80,000 കൊല്ലം മലക്കളുടെ ഉസ്താദായി നിയോഗിച്ചത് മലക്കിനെയല്ല, ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസിനെയാണ്. അങ്ങനെ അള്ളാഹ്ക്ക് വേണമെങ്കിൽ നിയോഗിക്കായിരുന്നു, പക്ഷെ നിയോഗിച്ചില്ല. മനുഷ്യ വിഭാഗത്തിൽ നിന്നൊരാളെടുത്തു. ആ ആളെ മലക്കിനേക്കാൾ, ജിന്നിനേക്കാൾ, മനുഷ്യനേക്കാൾ, ലോക സൃഷ്ടി പ്രതിഭാസങ്ങളെക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഉത്കൃഷ്ട സൃഷ്ടിയായി ആദരിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹ്. മിൻ അൻഫസിക്കും എന്നൊരു ഓത്തുണ്ട്, മിൻ അൻഫസിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുന്തിയ തറവാട്ടിൽ നിന്ന്, മുന്തിയ ജാതിയിൽ നിന്ന് ഒരാളെ ഞങ്ങൾക്ക് തന്നില്ലേ. കാരണം ഈ ലോകത്ത് ഏറ്റവും മുന്തിയ കുടുംബം അത് മുത്തു മുഹമ്മദ് മുസ്തഫാന്റെ കുടുംബമാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ നബിയെ ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ? അള്ളാന്റെ ഏറ്റവും വലിയ സമ്മാനം അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സമ്മാനം അബൂബക്കർ സിദ്ദീഖിനാണ് കിട്ടിയപ്പോ എല്ലാം മറന്നു. ഈ സമ്മാനം കണ്ട് പുലുക്കി അതിന്റെ ആളായി മാറി. ലോക ചരിത്രത്തിൽ പിന്നീട് കച്ചവടത്തിന് പോലും സിദ്ദീഖിനവര് പോയത് അറിയുന്നില്ല, ഓർമ്മയില്ല. അതൊക്കെ അങ്ങോട്ട് തകിടം പറഞ്ഞു ഈ ആളാണ്ട് കിട്ടിയോട് കൂടിയിട്ട്. ഏറ് കൊണ്ടു, ചവിട്ട് കിട്ടി, മോന്തക്കടി കിട്ടി, പല്ല് പോയി, 10 മണിക്കൂർ ബോധം കെട്ട് വീണ് കഅബയുടെ തിരുമുറ്റത്ത് അബൂബക്കർ സിദ്ദീഖ്. എന്തിന്? ഈ ആളെ പറഞ്ഞതിന്റെ പേരിൽ. പക്ഷെ അതൊന്നും വിഷയമല്ല. കിട്ടിയല്ലോ, സമ്മാനം കിട്ടിപ്പോയല്ലോ. ആരെ സമ്മാനം? അള്ളാന്റെ സമ്മാനം. നമുക്ക് നേരിട്ട് കിട്ടൂല. നമ്മൾ ഒരുപാട് കാലം ഇപ്പുറത്താണ്, ഒരുപാട് രാജ്യം ഇപ്പുറത്താണ്. പക്ഷെ മിടുക്കന്മാർക്ക് കിട്ടും. കാലത്തിന്റെ ദൂരം, നാടിന്റെ ദൂരം കുറക്കുന്ന ഏറ്റവും വലിയ അമലാണ് വെള്ളിയാഴ്ച ചൊല്ലാനുള്ളത്. ഏതാണത്? സ്വലവാത്തി അലാ നബി വസലമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാമു അലൈക യാ ജലീൽ ഖുർബി അസ്സലാമു അലൈക യാ മഈദുനുബി സ്വലവാതി അലാ നബി വസലമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. ഇൻഷാ അല്ലാഹ് നമുക്ക് 1-2 ദിവസം കൂടി ആയത്ത് കുറച്ച് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തിലേക്ക് കടക്കാം. വെള്ളിയാഴ്ച മറ്റു പല മജ്‌ലിസുകളിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും അവിടെ പോവാതെ ഇവിടെ പങ്കെടുക്കാറുണ്ട്. അവരെയും കൂടി ഞാൻ പരിഗണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ ബാക്കി പറയാം. ഒരു 11 സ്വലാത്ത് വളരെ പെട്ടെന്ന് എല്ലിട്ട് 2 മിനിറ്റിൽ ദ്വാരുന്ന, അല്ലെങ്കിൽ 1.5 മിനിറ്റിൽ അവസാനിപ്പിച്ച് പിരിയ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, കരുണക്കടലായ റഹ്മാനെ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾ, ഇവിടെ ഇരുന്നത്, കേട്ടത്, പറഞ്ഞത് എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വാലിഹായ കർമ്മമായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബ് നീ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ അസ്ഹാബിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ ഔലാദിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ അസ്വാജിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് പള്ളിക്കാട്ടിൽ നിന്ന് വിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബേ, അവരുടെ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം വിശാലതയുള്ള ഖബറാക്കി നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ പലരും രോഗികളാ, നീ ശിഫ നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. പ്രയാസങ്ങൾ തീർത്തു തരണേ റഹ്മാനെ. നിന്റെ പരീക്ഷണങ്ങളിൽ പ്രയാസങ്ങളിൽ തളരാതെ വിജയം നൽകണേ അല്ലാ. നിന്റെ അടിമകളിൽ, നിന്റെ സ്വാലിഹായ അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ കേട്ട നസീഹത്ത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വലാത്തിന്റെ ആളുകളാക്കണേ അല്ലാ. വെള്ളിയാഴ്ച കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സൂറത്തുൽ കഹ്ഫ് പതിവാക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വലാത്ത് അധികരിപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. جعلنا بمحض فضلك من خيار أمته ومن محبيه يا رب العالمين. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين.